ഹായ് പ്യാരെ വെച്ച് മനസ്സാറാണ്. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പാഠഭാഗമായിരുന്നു നീലി ചിടിയ, അതായത് ബ്ലൂ ബേർഡ്, നീലപക്ഷി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ പാഠഭാഗം. നീലാകാശത്ത് നീല നിറത്തിലുള്ള പക്ഷി ഇങ്ങനെ പറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗമായിരുന്നു നീലി ചിടിയ. വളരെ മനോഹരമായിട്ട് ഈ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എഴുതിയത് ഹരിവംശ റായ് ബച്ചൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ഹരിവംശ റായ് ബച്ചൻ 1907 2003 ഹിന്ദി കവിത के एक बहुत प्रसिद्ध कवि थे. അദ്ദേഹം എന്താണ്? ഹരിവംശ റായ് ബച്ചന്റെ ജനനം എന്തായിരുന്നു? 1907 2003 അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെടുകയും ചെയ്തു. അല്ലെ, അദ്ദേഹം എന്താണ്? ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രശസ്തനായ കവിയായിരുന്നു. അല്ലെ, ബഹുത്ത് പ്രസിദ്ധ കവിയായിരുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെ, ഉൻകി കവിതായേം അക്സർ ജീവൻ കെ ഗഹരെ വിഷയോം കോ സരൾ ഓർ സുന്ദർ ശബ്ദോം മേ പ്രസ്തുത കർത്തി ഹേ. അല്ലെ, അദ്ദേഹത്തിന്റെ കവിതകൾ ജീവിതത്തിലെ ആഴമേറിയ വിഷയങ്ങളെ ലളിതവും മനോഹരവുമായ വാക്കുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. മധുശാല ഉൻകി സബ്സെ പ്രസിദ്ധ രചനാവും മേ സെ ഏക് ഹേ. മധുശാല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കവിതയായിരുന്നു നീലി ചിടിയ. അല്ലെ, അപ്പൊ അത് എഴുതിയത് നമ്മുടെ ഹരിവംശ റായ് ബച്ചൻ ആയിരുന്നു എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അഗല വീഡിയോ മേ ഫിർ മിലേഗാ. ബൈ.